ക്ലിന്റ് ഈസ്റ്റ്വുഡ് നായകനായി 1979 പുറത്തിറങ്ങിയ സിനിമയാണ് എസ്കേപ്പ് ഫ്രം അൽക്കാട്രസ്. ഒരാൾക്കും ചാടാൻ കഴിയില്ലെന്ന പ്രസിദ്ധിയുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ അൽക്കാട്രസ് ജയിലിൽ നിന്നും ഫ്രാങ്ക് മോറിസ് എന്ന തടവുകാരൻ രക്ഷപ്പെടുന്ന കഥയാണ് സിനിമ പറയുന്നത്. യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് കഥയിലെ നായകൻ മോറിസ്. ഇയാൾ മുൻപ് പല ജയിലിൽ നിന്നും ചാടിയത് കൊണ്ട് തന്നെയാണ് ഇയാളെ അൽക്കാട്രസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അൽക്കാട്രസ് ജയിലിന് ചുറ്റും കടലാണ്. ഒരു ദ്വീപിലാണ് ഈ ജയിലുള്ളത്. ഒരു ദ്വീപിലെ വലിയ പാറയ്ക്ക് മുകളിലാണ് ഈ ജയിൽ പണിതിട്ടുള്ളത്. എല്ലാ പരിശോധനകളും കഴിഞ്ഞ് മോറിസിനെ വസ്ത്രങ്ങൾ കൊടുത്തങ്ങനെ മോറിസിനെ റൂമിലാക്കും. 4 നിലകളിലായാണ് ഈ ജയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ജയിൽ നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ചാൽ ഇരുട്ടറയിൽ ഇടലാണ് ശിക്ഷ. വളരെ സുരക്ഷിതമായിട്ടുള്ള ജയിലായതുകൊണ്ട് തന്നെ കൃത്യമായ ചിട്ടയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭക്ഷണം, പുറത്തെ സവാരി, പണികൾ എല്ലാത്തിലും കൃത്യമായിട്ടുള്ള മേൽനോട്ടവും നിരീക്ഷണവും ഉണ്ടായിരിക്കും. ഇതാണ് മോറിസിനെ ജയിലിൽ നിന്ന് കിട്ടുന്ന ആദ്യ പരിചയക്കാരൻ. ഇയാളുടെ പേര് ലിറ്റ്മസ്. ഇയാളൊരു തീറ്റ ഭ്രാന്തനാണ്. ഇതാണ് ജയിൽ വാർഡൻ. ഭയങ്കര ക്രൂരനാണ് ഇയാൾ. അയാൾ മോറിസിനെ വിളിച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയും. നീ പല ജയിലിൽ നിന്നും രക്ഷപ്പെട്ടാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇവിടെ നിന്റെ ഈ അഭ്യാസങ്ങളൊന്നും നടക്കില്ലെന്നും വാർഡൻ മോറിസിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തും. അങ്ങനെ ദിവസങ്ങൾ കഴിയും. മോറിസിനെ ലൈബ്രറിയിലാണ് പണി കൊടുക്കുന്നത്. ഇതാണ് ഈ ജയിലിലെ പ്രധാന ലൈബ്രറി ചുമതല വഹിക്കുന്ന ആള്. ഇയാളൊരു കൊടും കുറ്റവാളിയാണ്. അങ്ങനെ പതിയെ പതിയെ അവരൊക്കെ സംസാരിച്ച് സുഹൃത്തുക്കളാവും. അങ്ങനെ ഒരു വൈകുന്നേരത്ത് മോറിസ് ആ ജയിലിലെ സീനിയറായിട്ടുള്ള ഒരു തടവുകാരനെ പരിചയപ്പെടും. മോറിസ് പതുക്കെ പറയും, എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടിയാൽ കൊള്ളാവുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അയാൾ ആ ജയിലിന്റെ സെക്യൂരിറ്റി സംവിധാനം മോറിസിന് പറഞ്ഞു കൊടുക്കും. അയാൾ പറയും, ഇവിടെ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാനാവില്ല. ആ പൊക്കത്തിലുള്ള ഏറുമാടം കണ്ടില്ലേ? ഈ ജയിലിന് ചുറ്റും അത്തരത്തിലുള്ള 15 ഏറുമാടങ്ങളുണ്ട്. ഓരോന്നിലും 24 മണിക്കൂറും പോലീസിന്റെ കാവലുണ്ട്. ആദ്യം നീ കിടക്കുന്ന അറയിൽ നിന്ന് നിനക്ക് പുറത്തു കിടക്കണം. ഈ അറകളാണെങ്കിലോ സ്റ്റീൽ കമ്പി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പലതും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുരങ്കം ഉണ്ടാക്കല് നടക്കാൻ പോകുന്ന പരിപാടിയല്ല. ഇനി ഇതൊക്കെ കടന്നാലും ജയിലിന് ചുറ്റും ഈ വെള്ളം കണ്ടില്ലേ? വെള്ളമാണെങ്കിൽ കൊടും തണുപ്പാണ്. ഏതാണ്ട് 15 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നിന്റെ ശരീരം മുഴുവൻ മരവിക്കും. ഇനി അതും കൂടാതെ ഈ ദ്വീപ് കടന്ന് കരയിലേക്ക് എത്തണമെങ്കിൽ 2 മണിക്കൂർ, ഏതാണ്ട് 2 കിലോമീറ്ററോളം സമയം നീന്തേണ്ടതുണ്ട്. രാത്രിയിലാണെങ്കിൽ ഒഴുക്ക് 10 ഇരട്ടയാവും. ഇനി എത്ര വലിയ നീന്തൽക്കാരനായാലും അത് അസാധ്യമാണെന്നും അയാള് മോറിസിന് പറഞ്ഞു കൊടുക്കും. അത് മാത്രമല്ല, ഒരു ദിവസത്തിൽ 12 തവണ ഈ അധികൃതര് എണ്ണമെടുക്കുമെന്നും അയാൾ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേട്ടോടെ മോറിസിന് മനസ്സിലാകും പണി അത്ര എളുപ്പമല്ലെന്ന്. അങ്ങനെ മോറിസ് ആ തീറ്റപ്രാന്തനോട് കാര്യം സംസാരിക്കും. അപ്പൊ അയാളും ഇത് തന്നെ പറയും, ആദ്യം നീ അറ കടക്കണം. അറ കടക്കുകയാണെങ്കിൽ മുകളിൽ ഒരു വെന്റിലേറ്റർ ഉണ്ട്. അതുവഴി നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ടെന്നൊരു സൂചന കൊടുക്കും. ഇതിനിടയ്ക്ക് മോറിസും വേറൊരു ജയിൽ പുള്ളിയും തമ്മിൽ അടിയാവും. തുടർന്ന് മോറിസിനെ ആ ജയിലിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഇരുട്ടറയിൽ 6 മാസത്തേക്ക് അടയ്ക്കും. അങ്ങനെ 6 മാസം കഴിഞ്ഞ് മോറിസിനെ വീണ്ടും പഴയ റൂമിലേക്ക് ആക്കും. ഇതാണ് മോറിസിന്റെ തൊട്ടടുത്ത പുതിയ സഹതടവുകാരൻ ബഡ്സ്. ഇവർ വേഗം കമ്പനിയാകും. ഈ സഹോദരന്മാരും ജയിലിലെ പുതിയ ആൾക്കാരാണ്. പതിയെ പതിയെ ബഡ്സും മോറിസും ഈ സഹോദരന്മാരും കൂടി ചേർന്ന് വലിയ സൗഹൃദമായിട്ട് മാറും. ഒരു ദിവസം അങ്ങനെ മോറിസ് റൂമിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അറയുടെ ചെറിയ ഒരു ഭാഗത്തു നിന്ന് കൂറകൾ പുറത്തു വരുന്നത് കാണുന്നത്. മോറിസ് താൻ തുടക്കത്തിൽ തന്റെ കയ്യിൽപ്പെട്ട ഒരു നഖം വെട്ടിക്കൊണ്ട് പതിയെ അത് തട്ടി നോക്കുമ്പോഴാണ് ചെറുതായി ആ ഭാഗത്തെ ചുവര് പൊട്ടി വരുന്നതായിട്ട് മോറിസിന് മനസ്സിലാവുന്നത്. ദിവസങ്ങൾ കഴിയും. ബഡ്സും മോറിസും ആ 2 സഹോദരന്മാരും ചേർന്ന് ജയിലിൽ ചാടാൻ തീരുമാനിക്കും. എന്നിട്ട് കിച്ചണിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോറിസ് അവരോട് പ്ലാൻ പറയും. അറയുടെ ഭിത്തികൾ വളരെ പഴയതാണ്. ഈ ചുറ്റും വെള്ളമായതുകൊണ്ട് തന്നെ ഈ ആർദ്രത ഈ കോൺക്രീറ്റിനെ പതുക്കെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പിന്റെ സാന്നിധ്യം ആ ലോഹത്തെ തുരുമ്പ് പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അറയിലുള്ള ആ ചെറിയ ഗ്രില്ല് എടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് അറ കടന്ന് മേൽക്കൂര ഭാഗത്തെത്താം. അപ്പോൾ ഒരാൾ ചോദിക്കും, ആ ചെറിയ ഗ്രില്ല് പക്ഷേ നമ്മൾ എങ്ങനെ മറച്ചു പിടിക്കും?
മോറിസ് പറയും, വായിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന മാഗസീൻ്റെ പേജുകൾ പതുക്കെ നമ്മൾ കീറി സൂക്ഷിക്കണം. എന്നിട്ട് അതിലൊരു ഗ്രില്ലിൻ്റെ ചിത്രം ആ മോഡലിലേക്ക് മാറ്റിയിട്ട് അവിടെ ഒട്ടിക്കണം. എന്നിട്ടൊരു ടവൽ കൊണ്ട് അത് ഏതാണ്ട് ഒരു അവ്യക്തമാവുന്ന രീതിയിൽ പോലീസുകാർ വരുമ്പോൾ മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറ്റണമെന്ന് പറയും. അതുമാത്രമല്ല, രാത്രിയിലാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടത്. അപ്പോൾ രാവിലെ വരെ സമയമുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തലകളുടെ രൂപത്തിൽ ഡമ്മികൾ ഉണ്ടാക്കാം. അതിന് നമുക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ പ്ലാസ്റ്ററോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഡമ്മി ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഈ പണി നടക്കുന്ന സമയത്ത്, അതായത് ഈ ഗ്രില്ല് പൊളിച്ച് പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ഈ ഡമ്മി തല ഈ പുതപ്പിൻ്റെ അടിയിൽ വെക്കാം. അപ്പോൾ വരുന്ന പോലീസുകാരന് നമ്മൾ ഉറങ്ങുകയാണെന്ന് വിചാരിക്കുള്ളൂ. ഈ ഡമ്മിയിൽ ഒട്ടിക്കുന്ന മുടി, അതിലെ ഒരു സഹോദരൻ മുടി വെട്ടുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. മോറിസ് പറയും, നിനക്കാണ് ഈ ക്ഷൗരാലയത്തിൽ ജോലി കിട്ടുന്നത്, അതുകൊണ്ട് അതിലൊട്ടിക്കാനുള്ള മുടി നീ സംഘടിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അടുത്ത സഹോദരൻ ചോദിക്കും, അല്ല നമ്മൾ ഈ കടലെടുക്ക് എങ്ങനെ കിടക്കും? മോറിസ് പറയും, അത് നിന്റെ ജോലിയാണ്. അതായത് തുണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറേ തുണികളും ഈ മഴക്കോട്ടും പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ നീ സംഘടിപ്പിക്കണം. അതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു കോട്ടും അതുപോലെ തന്നെ ഒരു ചെങ്ങാടും സെറ്റപ്പ് ആക്കാമെന്ന് പറയും. അങ്ങനെ അവർ 4 പേരും ചേർന്ന് റൂമിലെ ആ ഗ്രില്ല് പൊളിക്കാനുള്ള ശ്രമം തുടങ്ങും. ഒരാൾ ഗ്രില്ല് പൊളിക്കുമ്പോൾ മറ്റേ ആൾ പുറത്ത് നിന്ന് പോലീസുകാർ വരുന്നതുകൊണ്ടൊന്ന് കാവൽ നിൽക്കും. അങ്ങനെ അവർ പതിയെ പണി തുടങ്ങും. പക്ഷെ ആ നെയിൽ കട്ടർ കൊണ്ട് മാത്രം ആ പരിപാടി നടക്കില്ലെന്ന് മോറിസ് മനസ്സിലാകും. എന്നിട്ട് മോറിസ് കിച്ചണിൽ നിന്ന് ഒരു സ്പൂൺ പതിയെ അടിച്ചു മാറ്റും. ആ ലൈബ്രറിയിലാവട്ടെ ഈ സ്പൂണും അതുപോലെ തന്നെ ആ നെയിൽ കട്ടറിൻ്റെ മൂർച്ചയുള്ള ഭാഗവും നമ്മൾ യോജിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ മോറിസിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ടൊരു തീപ്പെട്ടിയും പതുക്കെ ഈ പുസ്തകത്തിനിടയിലാക്കി കൊടുക്കും. മോറിസ് ഇതെല്ലാം കൂടി ഉരുക്കി നല്ലൊരു ആയുധമാക്കി മാറ്റും. ഈ സമയത്തെല്ലാം ഈ പോലീസ് ഓഫീസർമാർ ഈ റൂമിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ബഡ്സ് കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകിയിട്ട് മോറിസിനെ രക്ഷപ്പെടുത്തും. ഈ പൊട്ടിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഈ ക്ലോസറ്റിലിട്ട് പുറത്തേക്ക് കളയും. അങ്ങനെ ദിവസങ്ങളെടുത്ത് ഇവർ 4 പേരും ആ വെന്റിലേറ്റർ പൊട്ടിക്കും. അതിനിടെ ഈ ബഡ്സ് ചിത്രം വരയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചായകളും കാർഡ്ബോർഡുകളും ഒക്കെ വരുത്തും. അതിന് അവിടെ അനുവാദമുണ്ട്. അതായത് ഇവർക്ക് ചിത്രം വരയ്ക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള വസ്തുക്കളൊക്കെ ജയിലുകാർ തന്നെ കൊടുക്കും. എന്നിട്ട് മോറിസ് ആവട്ടെ ഈ കാർഡ്ബോർഡൊക്കെ വെച്ച് ഒരു ഡമ്മി തല ഉണ്ടാക്കും. മറ്റേയാൾ കൊണ്ടുവന്ന് കൊടുത്ത തലമുടി അതിലൊട്ടിക്കും. അതുമാത്രമല്ല ഈ തൊലിയുടെ നിറമുള്ള ഈ മഷി ഉപയോഗിച്ചുകൊണ്ട് ഈ തലയുടെ മുകളിൽ പെയിന്റ് അടിച്ച് സെറ്റപ്പാക്കി വെക്കും. അങ്ങനെ ഈ ഡമ്മി തല വെച്ചുകൊണ്ട് മോറിസ് അറയുടെ മറുഭാഗത്ത് കിടക്കും. എന്നിട്ട് മേൽക്കൂരയുടെ പുറത്തുള്ള സംഭവങ്ങളെല്ലാം പരിശോധിക്കും. അപ്പോൾ മോറിസിന് മനസ്സിലാവും, അതായത് ഈ പുറത്തേക്കുള്ള വെന്റിലേറ്റർ വലിയ കനമുള്ള ഗ്രില്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ പൊളിക്കാമെന്ന് 4 പേരും കൂടി പ്ലാൻ ഇടും. അതിനിടയ്ക്ക് മോറിസ് ചോദിക്കും, ഈ മഴക്കോട്ടൊക്കെ ഓക്കെ അല്ലേ, സെറ്റല്ലേ, നീ ഓരോന്നായിട്ട് കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ ആ സഹോദരൻ പറയും, ഞാൻ ഓരോ മഴക്കോട്ടായിട്ട് നേരെ ഇട്ട് റൂമിലേക്ക് വരുന്നുണ്ട്, അതെല്ലാം പതുക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഈ ഗ്രില്ല് വഴി ഞാനത് പുറത്തേക്ക് എത്തിക്കാമെന്ന് പറയും. അങ്ങനെ 4 പേരും പറയും 4 പേരുടെയും ഈ ഗ്രില്ല്, അതായത് ഈ അതിലേക്കുള്ള വെന്റിലേറ്റർ പൊളിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണെന്ന് അറിയിക്കും. ഇനി ഈ പുറത്തെ ഈ ഗ്രില്ലിൻ്റെ കമ്പി മുറിക്കാനായിട്ട് ഒരു വെൽഡിംഗ് മെഷീനും അതിലേക്ക് കണക്ഷനായിട്ടുള്ള വൈദ്യുതി കമ്പിയും പിന്നെ വെളിച്ചത്തിനുള്ള ചെറിയ ടോർച്ചും ഒക്കെ ലിറ്റ്മസ്, അതായത് ആ തീറ്റപ്രാന്തലുണ്ടല്ലോ, അവർ ഇവർക്ക് എത്തിച്ചു കൊടുക്കും. കാരണം ഈ ലിറ്റ്മസിന് ഇപ്പോൾ ഈ ആശാര്യമാരുടെ ആലയിലാണ് പണി. അപ്പോൾ അവിടെ നിന്ന് ഓരോന്നായി കൊണ്ടുവന്നിട്ട് പുറത്ത് വെച്ച് കാണുമ്പോൾ ഇവർ എത്തിക്കും. എന്നിട്ട് അവിടെ ഇടയ്ക്ക് മ്യൂസിക് പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മ്യൂസിക് പാർട്ടിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പെട്ടിയുണ്ട്. മോറിസ് ആവട്ടെ ഈ പെട്ടിക്കകത്ത് ഈ ഓരോ സാധനങ്ങളായി പതുക്കെ അത് റൂമിലേക്ക് എത്തിക്കും. അതായത് ഇപ്പോൾ ഇവർ വായിക്കുന്ന പിയാനോ അവർക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് വായിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ ആ പിയാനോയുടെ പെട്ടിയിൽ ഓരോരോ സാധനങ്ങളാക്കിയിട്ട് ഇവർ റൂമിലേക്ക് എത്തിക്കും. അങ്ങനെ ഈ റൂമിലെത്തിച്ച ഈ ഒരു വെൽഡിംഗ് മെഷീനും അതുപോലെ തന്നെ മറ്റ് മെഷീനറികളും ഉപയോഗിച്ചുകൊണ്ട് മോറിസും ഈ കൂട്ടത്തിലെ മറ്റൊരാളും ചേർന്നുകൊണ്ട് ഈ കമ്പികൾ പതുക്കെ അഴിച്ചു മാറ്റും. അതിനിടെ മോറിസിന്റെ റൂമിൽ ഇടയ്ക്ക് ചെക്കിങ്ങിനൊക്കെ വരുമെങ്കിലും ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെടും. ഒടുവിൽ ആ ദിവസം എത്തും. ചങ്ങാടത്തിൻ്റെയും കുപ്പായത്തിൻ്റെയും പണികളെല്ലാം പൂർത്തിയായില്ലെന്ന് മോറിസ് അവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയും അതൊക്കെ സെറ്റാണ്, നമ്മൾ ചെറിയ ഒരു ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഊതി വീർപ്പിക്കാൻ പാകത്തിന് പ്ലാസ്റ്റിക്
വയറുകളൊക്കെ ഒട്ടിച്ചുകൊണ്ടുള്ള ചങ്ങാടാണ്, എല്ലാം സെറ്റാണെന്നൊക്കെ പറയും. അപ്പോൾ മോറിസ് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ ഈ ജയിലിൽ ചാടുന്നുവെന്ന് തീരുമാനിക്കും. അങ്ങനെ സമയം രാത്രിയായി. 3 പേരും അറയുടെ വെന്റിലേറ്റർ വഴി മുകളിലെത്തും. ഇടയ്ക്കിടെ വാർഡർമാർ ഇവരുടെ റൂമിൽ വന്ന് നോക്കുന്നുണ്ടെങ്കിലും ഡമ്മി തലകൾ വെച്ചുകൊണ്ട് തന്നെ അവർ പറ്റിക്കപ്പെടും. പക്ഷേ ബഡ്സിന് മാത്രം മുകളിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം അയാളുടെ റൂമിന് തൊട്ടു പുറത്താണ് ജയിലർ നിൽക്കുന്നത്. ഇവർ 3 പേരും കുറെ നേരം ബഡ്സിനെ വെയിറ്റ് ചെയ്യുമെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാകും എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, ഇനി കാത്തു നിൽക്കുന്നതിൽ കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവർ പതിയെ മേൽക്കൂര കടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇരട്ട സഹോദരന്മാരിൽ ഒരാൾ കമ്പിക്കിടയിലൂടെ മുകളിലെ പൈപ്പ് വഴി പുറത്തെത്തും. എന്നിട്ട് ചങ്ങാടവും മഴക്കൂട്ടും എല്ലാം ആദ്യം പുറത്തെത്തിക്കും. പിന്നീട് ഓരോരുത്തരായി ടെറസിലേക്ക് എത്തും. ഈ സമയത്തെല്ലാം മുകളിലെ നിരീക്ഷണ നിർമ്മാണത്തിൽ നിന്ന് പോലീസുകാർ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ പോലീസുകാർക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് 3 പേരും പൈപ്പ് വഴി പതിയെ താഴേക്ക് ഇറങ്ങും. എന്നിട്ട് കടലിടുക്കിന്റെ അടുത്തെത്തി കയ്യിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കും. പിന്നീട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ആ ചങ്ങാടം 3 പേരും കൂടി ഊതി വീർപ്പിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ ആരംഭിക്കും. സമയം രാവിലെ ആവും. മോറിസിന്റെ റൂമിൽ നിന്ന് വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരൻ അവിടെ എത്തി മോറിസിനെ കുറെ തവണ വിളിക്കും. അനക്കമില്ലാതെ നോക്കുമ്പോഴാണ് ജയിലർ ഞെട്ടുന്നത്. അതായത് ഒരു ഡമ്മി തലയാണ് അവിടെ കാണുന്നത്. അയാൾ വേഗം ജയിലിലെ എല്ലാവർക്കും അലർട്ട് കൊടുക്കും. ഉടനെ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മാരകമായ തെരച്ചിൽ നടത്തും. പക്ഷേ കുറച്ച് മഴക്കൂട്ടിന്റെ കഷ്ടങ്ങൾ മാത്രമേ പോലീസിന് ലഭിക്കുള്ളൂ. ഇതിനിടെ ചീഫ് വാർഡൻ ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയും, അവർ മുങ്ങിച്ചത്ത് കാണും, അതുകൊണ്ടാണ് ഈ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയും, ഇനി അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ കഷ്ണങ്ങൾ പുഴയിലിട്ടതാണെങ്കിലോ എന്ന്. അപ്പോഴേക്കും മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് വാർഡനോട് പറയും, വാഷിംഗ്ടണിൽ നിന്ന് നിങ്ങളോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വേലിയേറ്റം കുറവായിരുന്നു, മഞ്ഞും കുറവായിരുന്നു, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടോ എന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ വാർഡൻ അയാളോട് പറയും, അവർ മുങ്ങിച്ചത്തു, അങ്ങനെ റിപ്പോർട്ടിൽ എഴുതിയ മതിയെന്ന്. അങ്ങനെ സിനിമ അവിടെ അവസാനിക്കും. എന്തായാലും ഈ രക്ഷപ്പെട്ടവരെ പിന്നീട് ആരും ഭൂമിയിൽ കണ്ടിട്ടില്ല. അവർ രക്ഷപ്പെട്ടോ അഥവാ കടലിൽ മുങ്ങി മരിച്ചോ എന്നുള്ളത് ഇന്നും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.